ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അധികം വൈകാതെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പുറത്തു വരുമെന്നാണ് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ നിന്ന് നിതിൻ ഗഡ്കരിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ശിവസേന ഉൾപ്പെടെ വലിയ തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ നടത്തി. അതിന് കൃത്യമായ മറുപടി ബിജെപി നൽകിയിരുന്നു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുറത്തെടുക്കും അല്ലേ? ഉമേഷ്, ഇന്ന് തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനാണ് സാധ്യത. തിങ്കളാഴ്ച ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് അന്തിമ രൂപം നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകല് തന്നെ ഈ ബിജെപി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ, നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ നിതിൻ ഗഡ്കരി അദ്ദേഹം സീനിയർ മന്ത്രിയായിട്ടും അദ്ദേഹത്തിന്റെ പേര് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന വിമർശനം ഈ കോൺഗ്രസ് പോലെ ചില കക്ഷികളും ഒപ്പം മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയെ പോലുള്ള നേതാക്കൾ നടത്തിയിരുന്നു. പക്ഷേ അതിന് കൃത്യമായ മറുപടി ബിജെപി നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു സീറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള 48 മണ്ഡലമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മാത്രമല്ല മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് സഖ്യകക്ഷികൾ കൂടിയുണ്ട്. ശിവസേനയുണ്ട്, അതോടൊപ്പം തന്നെ NCPയിലെ അജിത് പവാർ വിഭാഗമുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്. അതിനാൽ ഇവരുമായൊക്കെ സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയ ശേഷമേ മഹാരാഷ്ട്രയിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. അതിനാലാണ് ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലങ്ങൾ പോലും പ്രഖ്യാപിക്കാതിരുന്നത്. അതിനാൽ ഈ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ, ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ബിജെപി മത്സരിക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കാം. അതിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആസ്ഥാനം കൂടി ഉൾപ്പെടുന്ന നാഗ്പൂരിനെ പ്രതിനിധീകരിക്കുന്ന MP ആണ് നിതിൻ ഗഡ്കരി. അദ്ദേഹത്തിന്റെ പേരും ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കൂടി ഉൾപ്പെടുന്നതാകും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം 11-ാം തീയതി രാത്രിയിൽ ബിജെപിയുടെ 15-അംഗ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. ഉമേഷ്, ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ തമിഴ്നാട്. തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി പട്ടികയും ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ഉണ്ടാകുമോ? ഉമേഷ്, തമിഴ്നാട് സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട്. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കഴിഞ്ഞ ദിവസവും ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, അതോടൊപ്പം തന്നെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് തുടങ്ങിയ നേതാക്കളുമായി കണ്ട ശേഷമാണ് അണ്ണാമലൈ തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ദക്ഷിണ ഭാരതത്തിൽ BJP വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർണാടകയ്ക്ക് അപ്പുറം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും BJP വലിയ മുന്നേറ്റം ലക്ഷ്യമിടുന്നുണ്ട്. തമിഴ്നാട്ടിലെ സീറ്റുകൾ കൂടി അടങ്ങുന്നതാകും ഒരുപക്ഷെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. എന്നാൽ തമിഴ്നാട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചിട്ട് പൂർണ്ണമായ വ്യക്തത BJP നേതൃത്വം നൽകിയിട്ടില്ല. ഒരുപക്ഷെ 39 ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും പ്രഖ്യാപിക്കാതെ കുറച്ച് മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും രണ്ടാം ഘട്ട പട്ടിക BJP പുറത്തിറക്കുന്നത്. ആദ്യഘട്ടം ഏതാണ്ട് 1.5 ആഴ്ച മുമ്പ് തന്നെ BJP പ്രഖ്യാപിച്ചു. 195 അംഗ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിലും അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനി അമേഠിയിലും ഒക്കെ അടക്കുന്ന സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ പ്രമുഖ നേതാക്കന്മാരെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പട്ടികയാണ് 195 അംഗ പട്ടിക. അതിൽ 34 കേന്ദ്രമന്ത്രിമാർ അടങ്ങുന്നുണ്ട്. ഒപ്പം കേരളത്തിലെ 12 സീറ്റുകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇനിയും കേരളത്തിൽ BJP 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. എറണാകുളം, അതോടൊപ്പം തന്നെ കൊല്ലം, വയനാട്, ആലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. അതെല്ലാം വരുന്ന വിവിധ ലിസ്റ്റുകളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഈ പട്ടിക പുറത്തിറക്കുന്നത്. ഉമേഷ്, എന്നാലും BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തീയതി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനവും കൂടി ഇന്ന് രാജ്യതലസ്ഥാനത്ത് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ യാത്ര ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പ്രതിനിധികളൊക്കെ മടങ്ങി തലസ്ഥാനത്തേക്ക് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് തീയതി കൂടി ഒരു പക്ഷെങ്കിൽ ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കാമെന്ന സൂചന കൂടി വരുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.